ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. കൂടുതൽ ശുചീകരണ തൊഴിലാളികൾക്ക് അനുമതി ആവശ്യപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭ. താൽക്കാലികാടിസ്ഥാനത്തിൽ കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് നഗരസഭ സർക്കാരിനെ സമീപിച്ചു. തൊഴിലാളികളുടെ കുറവ് മാലിന്യ നീക്കത്തെ ബാധിച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണിത്. ഒറ്റപ്പാലം പഞ്ചായത്തായിരുന്ന കാലത്തുണ്ടായിരുന്ന അത്രയും തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. നിലവിലുള്ളതിന്റെ ഇരട്ടി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാനാകൂ എന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. സ്ഥിരം തൊഴിലാളികൾ ഉൾപ്പെടെ 23 പേരാണ് നിലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് കോംപ്ലക്സ്, നഗരസഭാ ഓഫീസ്, റോഡുകൾ എന്നിവിടങ്ങളിലെ ശുചീകരണമാണ് ഇവരുടെ പ്രധാന ജോലി. നഗരപരിധിയിലെ 36 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഇവരാണ്. നിലവിലുള്ളവരെ ഉപയോഗിച്ചു മാത്രം ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാനാകാത്ത സാഹചര്യമാണെന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ. പ്രതിസന്ധി പരിഗണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ചുരുങ്ങിയത് 10 തൊഴിലാളികളെയെങ്കിലും അധികമായി നിയമിക്കാൻ അനുമതി വേണമെന്നാണ് നഗരസഭയുടെ ആവശ്യം. ചെർപ്പുളശ്ശേരി നഗരത്തിൽ ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് മമ്മിക്കുട്ടി MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. പാലക്കാട് ജില്ലയിൽ തന്നെ 4ാമത്തെ നഗരമായി പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പുളശ്ശേരി നഗരത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനകം തന്നെ ചെർപ്പുളശ്ശേരി നഗരത്തിലെ 49ഓളം തീപിടുത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അത്തരം സന്ദർഭങ്ങളിലൊക്കെ കോങ്ങാട്, പെരിന്തൽമണ്ണ, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എത്തുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഉടൻ തന്നെ ചെർപ്പുളശ്ശേരി നഗരത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് P. മമ്മിക്കുട്ടി MLA 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു 4ാമത്തെ നഗരമായി പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ചെർപ്പുളശ്ശേരി. ധാരാളം വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ, ഗ്യാസ് ഏജൻസികൾ, അങ്ങനെയുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. കടകമ്പോളങ്ങളുമുണ്ട്. ആയിരക്കണക്കായ മനുഷ്യർ ദിവസം തോറും വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെർപ്പുളശ്ശേരിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടക്ക് തന്നെ 49ഓളം വരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പുഴയിൽ ജീവഹാനി സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒന്നുകിൽ കോങ്ങാട്, അതല്ലെങ്കിൽ പെരിന്തൽമണ്ണ, ഷൊർണൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് വരാറുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് ഇടപെടുകയും കൂടുതൽ ആളപായം വരാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ആശ്വാസകരമായ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ തന്നെ ഒട്ടേറെ ലക്ഷക്കണക്കായ ഉറുപ്പിയുടെ നാശനഷ്ടങ്ങൾ, തുണിക്കട കത്തി, അതുപോലെ തന്നെ ഷോമില്ലുകൾ കത്തി, അതുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായി. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കിലോമീറ്ററുകൾ ദൂരം താണ്ടിയിട്ട് വരേണ്ട ഒരവസ്ഥ അവിടെയുണ്ട്. സർക്കാരിൻ്റെ തന്നെ സ്ഥലം അവിടെ ലഭ്യമാണ്. അതുകൊണ്ട് ചെർപ്പുളശ്ശേരി കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടി എന്താണെന്നതിനെ സംബന്ധിച്ച് മറുപടി മേശപ്പുറത്ത് വെക്കാമെന്ന് മമ്മിക്കുട്ടി MLAയുടെ സബ്മിഷന് മറുപടിയായി സഭയിൽ അറിയിച്ചു. പാലക്കാടിന്റെ തനത് താള പാരമ്പര്യവുമായി സ്വരം 2K24 പാട്ടുത്സവത്തിൽ 1275 കുടുംബശ്രീ CDS അംഗങ്ങൾ പങ്കെടുത്തു. കുടുംബശ്രീ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച തിരികെ സ്കൂൾ ക്യാമ്പയിനിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങളായ 1275 വനിതകളുടെ സ്വരം 2K24 പാട്ടുത്സവവും മെഗാ സിംഗിംഗ് മാരത്തോൺ പരിപാടിയും സംഘടിപ്പിച്ചു. 10 മണിക്കൂർ തുടർച്ചയായി ഗാനം ആലപിച്ചുകൊണ്ട് ലോക റെക്കോർഡ് പട്ടികയിൽ ഇടം നേടാൻ ഒരുങ്ങുന്നതാണ് പാട്ടുത്സവം. അഭിനയത്തിലൂടെയും ഗോത്രഭാഷാ ഗാനങ്ങളുടെ ആലാപനത്തിലൂടെയും ഗോത്ര നൃത്തങ്ങളിലൂടെയും ജനഹൃദയങ്ങളെ കീഴടക്കിയ അട്ടപ്പാടിയിലെ വടകിയമ്മയുടെ ചടുലതയാർന്ന ഗാനങ്ങൾ ഉദ്ഘാടന വേദിയെ ആവേശമുഖരിതമാക്കി. ജില്ലയിലെ പ്രായം ചെന്ന കുടുംബശ്രീ അംഗമായ വള്ളിക്കുട്ടിയമ്മയെ പൊന്നാട അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. ചിറ്റൂർ തത്തമംഗലം CDS പരിധിയിലെ ദർശിനി കുടുംബശ്രീ അംഗമാണ് 91 വയസ്സുള്ള വള്ളിക്കുട്ടിയമ്മ. ജില്ലയിലെ 95 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പ്രവർത്തിക്കുന്ന 97 CDSകളിലെ കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും SVP അംഗങ്ങളും കുടുംബശ്രീ മിഷൻ ജീവനക്കാരും പാട്ടുത്സവത്തിന്റെ ഭാഗമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സൗത്ത് CDS ചെയർപേഴ്സൺ റീത്ത അധ്യക്ഷയായി. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര, ഗിന്നസ് സത്താർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ സബിത മധു, പാലക്കാട് നോർത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുലോചന എന്നിവർ സംസാരിച്ചു. Hare Valana
തറ വേണം അടുത്തൊരമ്പലം ഒരു കുളവും വേണം കൂടി പിണയുന്ന നാടാണ് നമ്മണ്ടേ. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. ശ്രദ്ധേയമായി ചിനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ച് നടന്ന എറക്കോട്ടിരി ദേശത്തിന്റെ മെഗാ തിരുവാതിരക്കളി. പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി എറക്കോട്ടിരി ദേശക്കൂത്ത് നടന്നു. ദേശക്കൂത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മെഗാ തിരുവാതിരക്കളി ശ്രദ്ധേയമായി. നിരവധി സ്ത്രീകളാണ് തിരുവാതിരക്കളിയുടെ ഭാഗമായി പങ്കെടുത്തത്. രാത്രി 7:30 ദൃശ്യകാവ്യം മെഗാ ഷോ നടന്നു. എറക്കോട്ടിരി ദേശക്കൂത്തിന്റെ ഭാഗമായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമാ നിർമ്മാതാവ് M. മുകുന്ദനെ ആദരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്കിടിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് സംയുക്ത പദ്ധതിയായ അയ്യങ്കാളി സായാഹ്ന പഠന കേന്ദ്രങ്ങളിലേക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നസ്രീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ P. വിജയകുമാർ, കുമാരി ദേവി, K. ഹരി, 12ാം വാർഡ് മെമ്പർ M. ഷിബു, SC പ്രമോട്ടർ ശരത്ശങ്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ട്യൂട്ടർമാർക്കുള്ള മേശ, കസേര എന്നിവ കൂടി ഈ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് യോഗത്തിൽ പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ട്രോമ കെയർ വോളണ്ടിയർമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ട്രോമ കെയർ വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വളരെ താല്പര്യപൂർവ്വം നേരത്തെ NSS കോളേജിൽ നിന്ന് ആരംഭിച്ച വ്യത്യസ്ത തലത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു ക്ലാസ്, അവർക്കൊരു ബോധവൽക്കരണ ക്ലാസ്, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. അത് നാഷണൽ സർവീസ് സ്കീമുമായി കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സായിരുന്നു. ഞാൻ ശ്രീ മുജീബുമായി ഇപ്പോൾ സംസാരിച്ചു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയൊക്കെ ഭാഗമായി നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ റോഡ് സേഫ്റ്റിയും ചേർന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വിശേഷിച്ച് ചെറുപ്പക്കാർക്ക് അഥവാ കോളേജിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് കൂടി നമുക്ക് ആലോചിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഒരു ഭാഗം എന്ന് പറയുന്നത് പരമാവധി അപകടങ്ങൾ കുറയ്ക്കാനും ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്താനുമുള്ള ശ്രമമാണ്. നാം ധാരാളം കേട്ടിട്ടുള്ള ഒട്ടേറെ പഴഞ്ചൊല്ലുകളുണ്ട്. കണ്ണ് ഉള്ളപ്പോൾ തന്നെ കണ്ണിൻ്റെ വില അറിയാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ അപകടം സംഭവിക്കാതിരിക്കുകയാണ് വേണ്ടത്. സംഭവിച്ച് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം അപകടങ്ങൾ വരാതെ നോക്കുന്നതാണ് നല്ലത് എന്നത് നാം ധാരാളം കേട്ടിട്ടുള്ളതാണ്. എങ്ങനെ നമുക്ക് മാറിയൊരു കാലത്ത്
ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് എങ്ങനെ നമുക്ക് മികച്ച ചികിത്സ എത്രയും വേഗം നമുക്ക് നൽകാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആ മേഖലയിൽ അറിവുള്ള, അനുഭവമുള്ള, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് പ്രചോദനം നൽകാനും അവർക്ക് പുതിയ പുതിയ അറിവുകൾ അവർക്ക് സ്വായത്തമാക്കാനും കഴിയുന്ന നിലയിൽ എങ്ങനെ നമുക്ക് പരിപാടി സംഘടിപ്പിക്കാനാകും. ഇവിടെ ശ്രീ ഗോപി ഉൾപ്പെടെയുള്ള പലരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം സന്നദ്ധതയുള്ളവരാണ്. അപ്പോൾ സന്നദ്ധത കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായും നമ്മുടെ സമൂഹത്തെ നമുക്ക് ചികിത്സിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ സന്നദ്ധതയും വേണം. ആ സന്നദ്ധതയോടൊപ്പം തന്നെ നമുക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരവും നമുക്കുണ്ടായിരിക്കണം. ഭൂചലനം, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, പ്രളയം, മഹാമാരികൾ തുടങ്ങിയ സാമൂഹ്യ ദുരന്തങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന ഘട്ടത്തിൽ 2013 ട്രോമ കെയർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രോമ കെയർ സംഘടനയ്ക്ക് പരിശീലനം സിദ്ധിച്ച 600 വളണ്ടിയർമാരും ഏകദിന പരിശീലനം നൽകിയ 55,000 വളണ്ടിയർമാർ വേറെയുമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒറ്റപ്പാലം ജോയിന്റ് RTO CU മുജീബ് സ്വാഗതം പറഞ്ഞു. റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് ഇന്ത്യയുടെയും അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും ഒട്ടേറെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഈ വാരാഘോഷത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം മോട്ടോർ വാഹന വകുപ്പ് ലൈൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള ലഘുരേഖകൾ വിതരണം ചെയ്യുകയുണ്ടായി. മറ്റൊരു ദിവസം ഇവിടെയുള്ള ഡ്രൈവേഴ്സിനായിട്ട് സ്വകാര്യ ബസ് അസോസിയേഷനോട് ചേർന്നുകൊണ്ട് സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കുള്ള ഐ ടെസ്റ്റ് ക്യാമ്പ് തോട്ടക്കരയിലുള്ള ഐ കെയർ യൂണിറ്റുമായി സംഘടിപ്പിച്ചു. 100ഓളം പേര് പങ്കെടുത്ത ആ ക്യാമ്പിൽ 20 പേർക്ക് തിമിര ശസ്ത്രക്രിയയും 36 പേർക്ക് കണ്ണടയും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷൻ വിരുദ്ധനെ ഞാൻ തന്നെ അവരെ കഴിഞ്ഞ ശനിയാഴ്ച എടുക്കുകയുണ്ടായി. അതിനുശേഷം ഇന്നലെ നമ്മൾ റോഡ് അരികിൽ കിടക്കുന്ന സൈനുകൾ, ഈ സൈൻ ബോർഡുകൾ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആരും തന്നെ അതിന് ചെയ്യാറില്ല. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യുന്ന ജില്ലാ ട്രോമ കെയറുമായി ചേർന്നുകൊണ്ട് ഷൊർണൂർ മുതൽ ആദ്യ സ്റ്റേഷൻ ഒറ്റപ്പാലം വരെയുള്ളത് ഇന്നലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒറ്റപ്പാലം മുതൽ പത്തിരിപ്പാലം വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായിട്ടുള്ള നമ്മുടെ ഷൊർണൂർ MLA മമ്മിക്കുട്ടി അവர்களാണ് നിർവഹിച്ചത്. ചടങ്ങിൽ വെച്ച് മികച്ച റോഡ് സുരക്ഷാ വളണ്ടിയറായ ഗോപി ലക്കിടിയെ ആദരിച്ചു. ട്രോമ കെയർ വളണ്ടിയർമാർക്കുള്ള ID കാർഡ് വിതരണം ബിബിൻ ജോളി നിർവഹിച്ചു. ട്രോമ കെയർ സെക്രട്ടറി ശ്രീഷ് പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രർക്ക് സൂക്ഷ്മ പദ്ധതി തയ്യാറാക്കി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 72 പേരെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത്. ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ തിരിച്ചറിഞ്ഞ് അവരുടെ അടിയന്തര അതിജീവന ആവശ്യങ്ങൾ, ഹ്രസ്വകാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ, ദീർഘകാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ് സൂക്ഷ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. നേരത്തെ അതിദരിദ്രർക്കായുള്ള സർവേ നടത്തിയതിൽ 72 കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത്. ഇതിൽ 3 പേർ മരണപ്പെട്ടു. ബാക്കി 69 പേർക്കുള്ള പദ്ധതി തയ്യാറാക്കിയാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രർക്കുള്ള മൈക്രോ പ്ലാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സർവേ നടത്തിയ സമയത്ത് 72 കുടുംബങ്ങളാണ്. 18 വാർഡിൽ ഒരു വാർഡിൽ ആരുമില്ല. ബാക്കി 17 വാർഡിലായി 72 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ആളുകൾ ഈ ഇടക്കാലത്തായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബാക്കി 69 കുടുംബങ്ങൾക്ക് ആവശ്യമായ പദ്ധതി തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ 27 കുടുംബങ്ങൾക്ക് പാർപ്പിട പ്രശ്നമുണ്ട്. 5 കുടുംബങ്ങൾക്ക് റേഷൻ കാർഡില്ലാത്ത പ്രശ്നമുണ്ട്. 3 കുടുംബങ്ങൾക്ക് ആധാർ കാർഡില്ലാത്ത പ്രശ്നമുണ്ട്. 2 കുടുംബങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാര നിർദ്ദേശങ്ങളുള്ള മൈക്രോ പ്ലാൻ പദ്ധതി തയ്യാറാക്കി സർക്കാരിൻ്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിൽ ഇതിൽ പാർപ്പിടമില്ലാത്ത ആളുകളെ നിലവിലുള്ള ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903779 943671 94470 40615 98470 40616.
നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. മണ്ണമ്പറ്റ നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ ആറാട്ട്, പൂമൂടൽ എന്നിവയുണ്ടായി. വൈകുന്നേരം പാന, തിറയും പൂതൻ എന്നിവ ക്ഷേത്രത്തിലെത്തി. ശിങ്കാരിമേളം, പൂക്കാവടി എന്നിവയും പൂരപ്പറമ്പിനെ വർണ്ണാഭമാക്കി. 5 മണി മുതൽ പകൽപൂരം മണ്ണമ്പറ്റ തോട്ടര, വടക്കൻ കോടർമണ പടിഞ്ഞാറൻ, കിഴക്കൻ പുളിങ്കാവ് പടിഞ്ഞാറൻ, പാർത്തല പടിഞ്ഞാറൻ, മമ്പള്ളി മഹാവിഷ്ണു ക്ഷേത്ര പടിഞ്ഞാറൻ പൂരം എന്നിവിടങ്ങളിൽ നിന്നാണ് ആനപ്പൂരങ്ങൾ എത്തിയത്. 5:30 മുതൽ വേലയിറക്കം ആരംഭിച്ചു. തുടർന്ന് വേലയിറക്കം, കമ്പം കത്തിക്കൽ എന്നിവ നടന്നു. രാത്രി 8:30 മെഗാ ഷോ അരങ്ങേറി. മണ്ണമ്പറ്റ തോട്ടര വടക്കൻ പൂരത്തിന് കരുവന്തല ഗണപതിയുടെ നേതൃത്വത്തിലാണ് ഗജനിര. പുലാപ്പറ്റ രമേശ് വാദ്യ സംവിധാനം ഒരുക്കി. കുന്നത്തൂർ രാമു നയിക്കുന്ന ഗജനിരയും മായന്നൂർ രാജുവിന്റെ നേതൃത്വത്തിൽ വാദ്യസംഘവും കോടർമണ്ണ പടിഞ്ഞാറൻ പൂരത്തിന് അണിനിരന്നു. ഗുരുവായൂർ ഇന്ദ്രസെൻ കിഴക്കൻ പൂരത്തിന് തിടമ്പേറ്റി. കുനിശ്ശേരി അനിയന്മാരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചവാദ്യം. പുളിങ്കാവ് പടിഞ്ഞാറൻ പൂരത്തിന് പിതൃക്കോവിൽ പാർത്ഥസാരഥി നയിക്കുന്ന ഗജനിരയും കുണ്ടളശ്ശേരി സ്വാമിനാഥൻ വാദ്യ സംവിധാനവും ഒരുക്കി. അക്കിക്കാവ് കാർത്തികേയനാണ് പടിഞ്ഞാറൻ പൂരത്തിന് ഗജനിരയെ നയിച്ചത്. കലാമണ്ഡലം പ്രകാശന്റെ നേതൃത്വത്തിലാണ് വാദ്യം. വാഴ്വാടി കാശിനാഥനാണ് മമ്പള്ളി മഹാവിഷ്ണു ക്ഷേത്ര പടിഞ്ഞാറൻ പൂരത്തിന് തിടമ്പേറ്റിയത്. തിരുവില്ലാമല ബാലൻ വാദ്യസംഘത്തിന് നേതൃത്വം നൽകി. പുലർച്ചെ കാളകളിയും ആറാട്ടിനും ശേഷമാണ് കൊടിയിറക്കം നടന്നത്. ദേശീയ സമ്മതിദായക വാരാചരണത്തിന്റെ ഭാഗമായി സ്വീപ് പരിപാടികളുമായി സഹകരിച്ച ക്ലബ്ബുകളെ ആദരിച്ചു. തിരഞ്ഞെടുപ്പ് വിഭാഗം സംഘടിപ്പിച്ച 14ാമത് ദേശീയ സമ്മതിദായക ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് ADM കെ മണികണ്ഠൻ വിശദീകരിച്ചു. യുവാക്കൾ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉപയോഗപ്പെടുത്തണമെന്നും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കാൻ വോട്ടിങ്ങിലൂടെ സാധിക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ADM കെ അറിയിച്ചു. അസിസ്റ്റന്റ് കളക്ടറും സ്വീപ് ജില്ലാ നോഡൽ ഓഫീസറുമായ OV അൽഫ്രഡ് പരിപാടിയിൽ അതിഥിയായ ശ്രീശങ്കർ മുരളിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സ്വീപിന്റെ ജില്ലയിലെ സംഗ്രഹ റിപ്പോർട്ട് അസിസ്റ്റന്റ് കളക്ടർ അവതരിപ്പിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ P. സുനിൽകുമാർ ദേശീയ സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്വീപ് പരിപാടികളുമായി സഹകരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളെ പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്തു. ദേശീയ സമ്മതിദായക ദിനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 18 വയസ്സ് തികഞ്ഞ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇലക്ഷൻ ID കാർഡ് നൽകുന്നതിന്റെ ഭാഗമായി കൈലാസ്നാഥ്, ആൻ മരിയ ടോംസ് എന്നിവർക്ക് അസിസ്റ്റന്റ് കളക്ടർ ഇലക്ഷൻ ID കാർഡ് കൈമാറി. പരിപാടിയുടെ ഭാഗമായി പാലക്കാട് മേഴ്സി കോളേജ് NSS യൂണിറ്റ് സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ്, പുത്തൂർ CVN കളരി സംഘം അവതരിപ്പിച്ച കളരിപ്പയറ്റ്, അഗളി IHRDയിലെ വിദ്യാർത്ഥികളുടെ ഗോത്ര നൃത്തം എന്നിവ സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ, ജിനു ബുനോസ്, ഉസൂർ, ശിരസ്ദാർ, രാജേന്ദ്രൻപിള്ള, ഇലക്ഷൻ അസിസ്റ്റന്റ് ടോംസ്, വകുപ്പ് ഉദ്യോഗസ്ഥൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് പോട്ടിംഗ് മിശ്രിതം വിതരണം ചെയ്തു. മട്ടുപാവ് പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിലാണ് ചട്ടികൾ വിതരണം ചെയ്തത്. ഓരോ വാർഡിലെയും 10 പേർ വീതം പഞ്ചായത്തിലെ 150 പേർക്കാണ് ചട്ടികൾ വിതരണം ചെയ്തത്. 5000 രൂപ വില വരുന്ന പോട്ടിംഗ് മിശ്രിതം നിറച്ച 25 HDPE ചട്ടികൾ, പച്ചക്കറി തൈകൾ, വളം ഉൾപ്പെടെ 75% സബ്സിഡിയിലാണ് വിതരണം നടത്തിയത്. ഒരാൾക്ക് 25 ചട്ടികളും വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, പയർ തുടങ്ങിയവയുടെ തൈകളും 5 കിലോ വളവുമാണ് നൽകിയത്. ഗ്രാമസഭകളിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം 6ാം വാർഡിലെ ഗുണഭോക്താക്കൾക്ക് നൽകി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ നിർവഹിച്ചു. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് KP നൌഫൽ, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് NP ചെല്ലപ്പൻ നായർ ഓർമ്മദിനം. 1903 മാവേലിക്കരയിൽ ജനിച്ച പ്രശസ്ത മലയാളം നാടകകൃത്തും ചെറുകഥാകൃത്തുമാണ് NP ചെല്ലപ്പൻ നായർ. ധാരാളം നാടകങ്ങൾ ഇദ്ദേഹം എഴുതി സംവിധാനം ചെയ്യുകയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മനോഹരവും ലളിതവുമായ ശൈലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. സമകാലിക രാഷ്ട്രീയത്തെ പറ്റിയുള്ള വിമർശനം അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാൻ സാധിക്കും. ജനവിരുദ്ധമായ എന്തിനേയും അദ്ദേഹം വിമർശിക്കുമായിരുന്നു അത്രേ. ഒരു ചരിത്ര പണ്ഡിതനും കൂടിയായിരുന്ന ഇദ്ദേഹം പുരാതന കേരള ചരിത്രത്തെപ്പറ്റി ഉപന്യാസങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹാസ്യ സാഹിത്യ രചനകളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗൗരവമുള്ള സാമൂഹിക പ്രശ്നങ്ങളെ നർമ്മബോധത്തോടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാമൂഹിക വിമർശനവും കുറുക്കിക്കൊള്ളുന്ന ഫലിതവും ശ്രദ്ധേയമാണ്. സ്വന്തം അനുഭവങ്ങളെ പ്രമേയമാക്കിയാണ് കഥകൾ ഏറെയും എഴുതിയിട്ടുള്ളത്. ഫലിതവും പരിഹാസവും നിറഞ്ഞ NPയുടെ കഥകൾ കാലിക പ്രാധാന്യമുള്ളതാണ്. വഴിവിളക്കുകൾ, കാട്ടുപൂച്ചകൾ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. നെടുങ്ങാടി പരമേശ്വരൻ പിള്ളയുടെയും വാലേത്ത് കല്യാണിയമ്മയുടെയും പുത്രനായിരുന്നു ജനനം. പുഞ്ച സ്പെഷ്യൽ ഓഫീസറായും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായും ജോലി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ല രൂപീകരിക്കുന്ന സംരംഭത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു ഇദ്ദേഹം. 1972 സെപ്റ്റംബർ 3-നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. മുൻ കേരള ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായിരുന്ന CP നായർ ഇദ്ദേഹത്തിന്റെ മകനാണ്. 200-ലധികം ചെറുകഥകളും നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങളാണ് പ്രണയ ജാമ്പവാൻ, ലേഡി ഡോക്ടർ, മിന്നൽ പ്രണയം, വിനകുമാരി, ലെഫ്റ്റനന്റ് നാണി, ഇബിലീസുകളുടെ നാട്ടിൽ, ക്ഷീരബല, ഇടിയും മിന്നലും, വികടയോഗി, ഭാവന, നേഴ്സ്, മിന്നൽ പിണറുകൾ, NPയുടെ ചരിത്രകഥകൾ. K. സുബ്രഹ്മണ്യത്തിന്റെ പുരാണ ചലച്ചിത്രമായ പ്രഹ്ലാദനിൽ NP ചെല്ലപ്പൻ നായർ തിരക്കഥ എഴുതി അഭിനയിക്കുകയുണ്ടായി. ചന്ദ്രിക, ശശിധരൻ ചേച്ചി, ആത്മശാന്തി, ആറ്റം ബോംബ് എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ്. ഇബിലീസുകളുടെ നാട്ടിൽ എന്ന നാടകരചനയ്ക്ക് 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.